ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് വീണ്ടും മറ്റൊരു വ്യാഴാഴ്ച കടന്നു വരികയായി. വ്യാഴാഴ്ചയുടെ പ്രത്യേകത എന്താണെന്നായിരിക്കും ഇല്ലേ? കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, ഒരു നാമം ജപിക്കൂ ഇന്ന് വയ്യോളം, ഇന്ന് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമല്ലേ എന്ന്. അത് പറഞ്ഞിട്ട് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഇരിക്കുന്നു. ഇപ്പോൾ വീണ്ടും 7 ദിവസം കൂടെ കടന്നു പോയിട്ട് അടുത്ത വ്യാഴാഴ്ചയാണ് കടന്നു വന്നിരിക്കുന്നത്. വ്യാഴാഴ്ചകളിൽ മാത്രമല്ല നാമം ജപിക്കേണ്ടത്, എല്ലാ ദിവസങ്ങളും, എല്ലായ്പ്പോഴും, എല്ലാ നിമിഷവും, ഓരോ ശ്വാസത്തിലും ഭഗവാന്റെ നാമോച്ചാരണം നമ്മുടെ മനസ്സിൽ മുഴങ്ങണം. എങ്കിലും വ്യാഴാഴ്ചകളിൽ ഭഗവാന് പ്രിയപ്പെട്ട നാമങ്ങൾ, ഏതെങ്കിലും മന്ത്രങ്ങൾ ജപിക്കുക. അത് സന്തോഷപൂർവ്വം ജപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സത്സംഗങ്ങൾ കേൾക്കുക, ഭഗവത് കഥകൾ ശ്രവിക്കുക, ഏതെങ്കിലുമൊക്കെ ഭഗവാന്റെ ഗ്രന്ഥങ്ങളൊക്കെ കാണും. അത് ഭാഗവതമോ രാമായണമോ അല്ലെങ്കിൽ ഭഗവത്ഗീത, ഇതൊക്കെ വായിച്ചാസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കഥാരൂപത്തിലുള്ളതും ഉണ്ടാകും. അതുമൊക്കെ സംഘടിപ്പിച്ച് ഏതാണോ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലെത്തും. ഭഗവാനെ ആഗ്രഹിച്ചാൽ ഭഗവാൻ എല്ലാം നമുക്ക് കൊണ്ടുതരും. നമ്മൾ ഭഗവാനെ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാത്തത്. ഭഗവാനുമായിട്ടുള്ള ആഗ്രഹം മാത്രമല്ല, ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളും സാധിക്കാത്തത് ഭഗവാനെ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. എനിക്ക് ഭഗവാനെ വേണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആ ആഗ്രഹമുള്ളവർക്കെല്ലാം ഭഗവാനെ കിട്ടും. കാരണം എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാവരും എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഭഗവാനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മറ്റ് ആവശ്യങ്ങളും ഭഗവാൻ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യാത്തത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഓം കൃഷ്ണായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഈ മന്ത്രമായിരുന്നു ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ജപിക്കൂ എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ സംസാര ദുഃഖങ്ങൾ ഒക്കെ തീർക്കുവാൻ, ഭൗതികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ പറ്റുന്ന ഒരു മന്ത്രമാണ്. ഏത് മന്ത്രങ്ങളായാലും ഏത് നാമങ്ങളായാലും നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള, നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം ഏതാണെന്ന് വെച്ചാൽ അത് ജപിക്കണം, അത് ചെയ്യണം. ജപം മാത്രമല്ല, ശ്രവണം, മനനം എല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് സന്തോഷം തരുന്നത്, ഭഗവാനെ ഉറപ്പിച്ച് മനസ്സിൽ നിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഭഗവാനെ വിട്ടിട്ടൊരു ജീവിതം പാടില്ല. എല്ലാത്തിനും സാക്ഷിയായി, കാരണഭൂതനായി ഭഗവാൻ എൻ്റെ ഉള്ളിലിരിക്കുന്നു. അപ്പോൾ ആ ഭഗവാനെ മറന്ന് ഞാൻ സ്വയം തീരുമാനമെടുക്കുന്നത് ശരിയാണോ? ഭഗവാനോടൊന്ന് ചോദിച്ചേക്കാം എന്നൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. എന്നിട്ട് ഭഗവാനോട് തന്നെ മനസ്സുകൊണ്ട് സംസാരിക്കണം. ഭഗവാനെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവുകയാണ്, വല്ലതും ശരിയാവുമോ? ഇത് ഭഗവാന്റെ ഇച്ഛയാണോ? ഭഗവാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ലോ ആണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ആഗ്രഹിക്കുന്നത്? ഇത് നടപ്പിലാക്കിയാൽ വല്ലതും ശരിയുണ്ടാവുമോ? അതോ ഭയങ്കര പരാജയമായിരിക്കുമോ? എന്തായാലും എനിക്കിതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാട്ടെ എന്നൊക്കെ ഇങ്ങനെ ഭഗവാനോട് നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴുും ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എപ്പോഴും ഇപ്പോഴും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യത്തില്ല. നമ്മുടേതായ ചില സമയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തന്നെത്താൻ ജോലി ചെയ്യുവാണെങ്കിൽ ഭഗവാനോട് മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭഗവാനോട് സംസാരിക്കാൻ പറ്റും. ഭഗവാനോട് സംസാരിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് സംസാരിക്കാൻ തിരിച്ചതിനുള്ള മറുപടിയൊക്കെ തരാൻ തുടങ്ങുന്നത്. അങ്ങനെ ഏതെങ്കിലും സംസാര രൂപത്തിലോ ഗാനങ്ങളുടെ രൂപത്തിലോ കഥാശ്രവണങ്ങളുടെ രൂപത്തിലോ പാരായണത്തിൻ്റെ രൂപത്തിലോ ഏതൊക്കെ രൂപത്തിൽ വേണേലും, മന്ത്രജപത്തിൻ്റെ നാമജപത്തിൻ്റെ രൂപത്തിലോ ഒക്കെ നമുക്ക് ഭഗവാനെ കൂടെ കൊണ്ട് നടക്കാം. ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാനേ കഴിയുന്നില്ല. അറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഭഗവാനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നാം പിടിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ കാണുന്ന ഈ മായാലോകത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വലിയ കാര്യങ്ങളെന്നും അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷവും ഭാരവും എന്ന് കരുതി നാം ഭഗവാനെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ മുകളിലേക്ക് മറ്റു ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഭഗവാൻ ഒരു തരത്തിലും നമ്മളെ ഒന്ന് കാണുവാനോ നമ്മളെ ഒന്ന് സ്പർശിക്കാനോ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അമർത്തി വെച്ചിരിക്കുകയാണ് ഭഗവാനെ. ഭഗവാൻ അവിടുന്ന് ഒരു രക്ഷയില്ല നമ്മുടെ പ്രശ്നങ്ങൾ കാരണം.
ഈ പ്രശ്നങ്ങളെല്ലാം നടത്തി അവസാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നാം ഇതൊന്നും അല്ലായിരുന്നല്ലോ ശരിയായിട്ടുള്ളത്, ഇനി എവിടെയാണ് ഒരു രക്ഷ എന്നുള്ള രീതിയിലാണ് ഭഗവാനെ നാം അന്വേഷിക്കാൻ തുടങ്ങുന്നത്. ജീവിതത്തിൽ എത്ര വലിയ ആപത്തുകൾ ഉണ്ടായാലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളുടെ ജീവിതം, ഒരു മഞ്ഞിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കുണ്ടായ അപകടത്തെക്കുറിച്ച് അദ്ദേഹം ഡോക്ടർമാർ 6 മാസമോ അതിന് ശേഷമോ എഴുന്നേറ്റ് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആൾ 8 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, ദൈവത്തോടുള്ള അദമ്യമായ ആ ഒരു സ്നേഹം കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അടുത്ത 10 മാസത്തിനുള്ളിൽ അദ്ദേഹം ആ ചാമ്പ്യൻഷിപ്പിലേക്ക്, ആ പദവിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കഴുത്തിന് വലിയ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്ന് കഴുത്ത് മൊത്തം മാറ്റിവെച്ച ഒരു വ്യക്തിയാണ്. ശരീരത്തിന് ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ട ഒരാൾ. അപ്പോൾ അങ്ങനെ ഉള്ള അദ്ദേഹം പറയുന്നു, എന്നെ ഈ നിലയിലേക്ക് പരിവർത്തനപ്പെടുത്തിയത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഫെയ്ത്താണെന്ന്. എൻ്റെ ഭഗവാനോടുള്ള, ഈശ്വരനോടുള്ള വിശ്വാസം കൊണ്ടാണ്. ഡോക്ടർമാർ എന്തു പറഞ്ഞാലും, ഡോക്ടർ എന്ന് പറയുന്നത് അവർ നമ്മുടെ ശരീരത്തിൻ്റെ രോഗത്തെ മനസ്സിലാക്കാനുള്ള ഒരു ജോലി ചെയ്യുന്ന വ്യക്തികൾ മാത്രമാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏത് വൈദ്യശാസ്ത്രം പറഞ്ഞാലും, ഏത് വ്യക്തികൾ പറഞ്ഞാലും അതിനുപരിയായിരിക്കും ഭഗവാൻ നമുക്ക് തരുന്ന അനുഗ്രഹമെന്ന്. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള കൂട്ടുചേരലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ മാർഗം വഴി തുറന്നു തരുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഭഗവാനോട് കൂട്ടുപിടിച്ച് വേണം പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഭഗവാനെ ഉപേക്ഷിച്ച് മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഭഗവാൻ നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. നമുക്കൊരു ജീവൻ തന്ന് കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു എനർജി, ഒരു തേജസ് തന്ന് മാത്രം നിലനിർത്തുന്നു. അല്ലാതെ ഭഗവാന്റെ ആ മഹാ തേജസ് നമ്മുടെ ഉള്ളിൽ, ആ ദിവ്യ തേജസ് വെട്ടിത്തിളങ്ങുന്ന ആ ചോദന എന്താണെന്ന് നാം അന്വേഷിക്കുകയോ അറിയുകയോ ചെയ്യാതെ അനന്തമായ ശക്തിവിശേഷങ്ങളുടെ ഉറവിടമായ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നാം മനസ്സിലാക്കാതെ നാം അവിടെയും ഇവിടെയൊക്കെ ഇരുട്ടിൽ തപ്പി തടഞ്ഞ് വഴിയില്ലാതെ ഉരുണ്ടു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരനെ അറിയുക, ഭഗവാനെ അറിയുക എന്നുള്ള ഒരു മഹാസൽക്കർമ്മം, അതും ഒരാളെ ഉള്ളൂ ദൈവം, അതാണ് അദ്വൈത സിദ്ധാന്തം. അദ്വൈതമായിട്ടുള്ളത്, ദ്വൈതമല്ലാത്തത്, രണ്ടല്ലാത്തത് ഒന്ന്. ഭഗവാനും നമ്മളും തമ്മിൽ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. കാരണം ആ അനന്തമായ ഈശ്വര ചൈതന്യം, ബ്രഹ്മചൈതന്യം തന്നെയാണ് ഓരോരുത്തരിലും ഇരിക്കുന്ന ആത്മശക്തി. അപ്പോൾ ഭഗവാനും മനുഷ്യനും രണ്ടാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയിലെ മായാഭ്രമങ്ങൾ കാരണമാണ്. വ്യത്യസ്ത ശരീരത്തിലേക്ക് ആ എനർജി വന്നപ്പോൾ വ്യത്യസ്തരായിട്ട് നമുക്ക് തോന്നുകയാണ്. പക്ഷേ ഈ ശരീരമെല്ലാം അങ്ങോട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ എനർജികൾ, അതിലുള്ളിലിരുന്ന എനർജികളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വലിയ ഒന്നിച്ചുള്ള ഒരു അപകടമോ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, എന്തെങ്കിലും വന്ന് കുറേ മനുഷ്യർ ഒന്നിച്ച് മരിച്ചു എന്നിരിക്കട്ടെ, അവരുടെ ബോഡികളെല്ലാം അവിടെ കിടക്കുന്നു, അവരിലിരിക്കുന്ന ആത്മശക്തി എല്ലാം ആ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഈ ശക്തിയെല്ലാം ഒന്ന് തന്നെയല്ലേ? അവിടെ കിടക്കുന്ന ശരീരങ്ങളല്ലേ വ്യത്യസ്തമായ പേരുകളും വ്യത്യസ്തമായ ലിംഗരൂപങ്ങളും ഒക്കെ ഉള്ളത്? സ്ത്രീയോ പുരുഷനോ എന്നൊക്കെയുള്ള വ്യത്യാസവും വ്യത്യസ്തമായ പേരുകളും വ്യത്യസ്ത രാജ്യക്കാരും വ്യത്യസ്ത മതക്കാരും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരും ഒക്കെയായ കുറേ ശരീരങ്ങളല്ലേ അവിടെ കിടന്നത്? ആ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ ആത്മശക്തിയെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അത് ഒന്ന് തന്നെയല്ലായിരുന്നു? ഒന്നിലേക്ക് തന്നെയല്ലേ ചെന്ന് കയറിയത്? ഒന്നിലേക്കല്ലേ വ്യാപരിച്ച്? അതിനെ വേറിട്ട് കണ്ടുപിടിക്കാൻ കഴിയുമോ? കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് ഒന്ന് തന്നെയാണ്. അതാണ് അദ്വൈത ഫിലോസഫി എന്ന് പറയുന്നത് തന്നെ. നാമും ദൈവവും രണ്ടല്ല, ഒന്നാണ്. കാരണം ഒന്ന് വ്യത്യസ്തമായ രൂപങ്ങളിൽ ഇരിക്കുന്നു. ഒരെണ്ണം തന്നെ വ്യത്യസ്തമായ രൂപങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വ്യത്യസ്തത തോന്നുന്നത്. ആ ഒരു അനുഭവം, ആ വ്യത്യസ്തമാണെന്നുള്ള അനുഭവം ഭൂമിയിലെ ഈ ശരീരം എടുത്ത് വരുമ്പോൾ, ഭൂമിയിലെ മായാപ്രകൃതിയിലേക്ക് വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇവിടം വിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം ഈ മഹാ ആകാശത്തിൻ്റെ ഭാഗമാണ്. ഈ വിശാലമായ സ്പേസിലാണ് നമ്മളുടെ പ്രഭവസ്ഥാനം.
നമ്മൾ അതിലേക്ക് ലയിച്ചു ചേരുകയാണ്. ശരീരമാകുന്ന ചെറിയ ഒരു മൺചിരാതിലേക്ക് വന്ന് ഒരു ദീപം ചേരുന്നത് പോലെ, അനേക ദീപങ്ങൾ ഒരേ മൺചിരാതിലിരിക്കുന്നത് പോലെയുള്ളൂ മനുഷ്യ ശരീരത്തിലെ ആത്മശക്തി ഇരിക്കുന്നത്. പക്ഷേ ഈ മൺചിരാതുകളെല്ലാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ അഗ്നിയെല്ലാം ഒന്ന് തന്നെയല്ലേ? ആ ദീപമെല്ലാം ഒരേ ദീപത്തിൽ നിന്ന് കൊളുത്തിയ അനേക ദീപങ്ങൾ തന്നെയല്ലേ? ആ ഇരുന്ന ചിരാതിനല്ലേ വ്യത്യാസം എന്ന് പറഞ്ഞതുപോലെയുള്ളൂ എല്ലാ ശക്തികളും, എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായ ഭാവങ്ങൾ, രൂപങ്ങൾ, പ്രകടനങ്ങൾ. ഈ ഒരു മഹാസത്യം ആര് മനസ്സിലാക്കുന്നോ അതാണ് ആ മനസ്സിലാക്കുന്ന വ്യക്തി അദ്വൈത സിദ്ധാന്തം, അദ്വൈതം മനസ്സിലാക്കുന്നു. ദ്വൈതമല്ലാത്തതായ ഭഗവത് ചൈതന്യത്തെ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിയ ആളായിരുന്നു, ജന്മനാ തന്നെ ആത്മബോധത്തിൽ ജനിച്ച ആളായിരുന്നു മഹാനായ ആദി ഗുരുവായ ശ്രീ ശങ്കരാചാര്യർ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് കടന്നു വരുന്നത് 12-ാം തീയതി. ആ മഹാഗുരുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുന്നു അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുവാൻ. തന്നെയുമല്ല, നമ്മുടെ ഒരു പ്രിയ ഭക്തൻ ആവശ്യപ്പെട്ടിരുന്നു ശങ്കരാചാര്യരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കൂ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി സമ്മേളിച്ച് ആ മഹാഗുരുവിനെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ആചാരക്രമങ്ങളിലോ അല്ലെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ഒന്നേ ഉള്ളൂ. ദൈവം എന്ന് പറയുന്ന ആ ശക്തി, ദൈവം എന്ന് പറയുന്നത് പല രൂപങ്ങളിലിരിക്കുന്ന ആ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളല്ല. അതെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ മനസ്സിന് ഏതാണോ താല്പര്യം, ഈശ്വരനെ വിളിക്കാൻ ഏത് രൂപമാണ് നിങ്ങൾക്ക് അനുയോജ്യം, അതിനനുസരിച്ച് നമ്മളിലിരിക്കുന്ന ഗുണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ദൈവത്തെ പല രൂപത്തിൽ ആരാധിക്കുന്നത്. ത്രിഗുണങ്ങൾ അനുസരിച്ചാണ്. സത്വഗുണക്കാർ വിഷ്ണുവിനെ ആരാധിക്കും, രജോ ഗുണക്കാർ ശാക്തേയരായിട്ടിരിക്കും, അതുപോലെ തന്നെ തമോ ഗുണക്കാർ സാക്ഷാൽ പരമശിവനെ ആരാധിക്കും. അങ്ങനെ ആ ശക്തി സ്വരൂപത്തെയും ശിവ രുദ്ര ശക്തിയെയും സത്വസ്വരൂപനായ വിഷ്ണു സ്വരൂപനെയും ഒക്കെ ആരാധിക്കുന്നത് നമ്മുടെ ത്രിഗുണങ്ങളാലാണ്. ആ ത്രിഗുണാത്മികമായ ശരീരം കൊണ്ട് അവനവൻ ഇഷ്ടമുള്ള രൂപത്തിൽ ഭഗവാനെ ആരാധിച്ച് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യവും വിശാലതയുമുള്ള സംസ്കാരമാണ് സനാതനധർമ്മം. അല്ലാതെ ഏത് രൂപത്തിൽ ആരാധിച്ചാലും ഏത് ഗുണത്തിലൂടെ കടന്നു പോയാലും ദൈവം ഒന്നേയുള്ളൂ. ഈ മൃഗബലികളും അതുപോലെ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള ആരാധനാക്രമങ്ങൾ കണ്ടിട്ടില്ലേ? ചിലർ കവിളിലൂടെ ശൂലമൊക്കെ കുത്തിയിറക്കി രക്തം ഒലിപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് ഭഗവാനെ ആരാധിക്കുന്നത്, അതും ഒരു ആരാധനാക്രമമാണ്. അപ്പോൾ ഏത് രൂപത്തിൽ വേണേലും ആരാധിക്കാം, അല്ലാതെ ഇന്ന രൂപത്തിൽ ഇന്നതുപോലെ മാത്രം ആരാധിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഗുണത്തിലൂടെ കടന്നു പോകുന്നു ആ ഗുണത്തിലൊക്കെ നാം ഭഗവാനെ കാണാം. അങ്ങനെ കണ്ടാലും എല്ലാം ഒന്നിൽ തന്നെയാണ് ഈ വിവിധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഭഗവാനിൽ തന്നെയാണ്. ഭഗവാൻ ത്രിഗുണങ്ങൾക്ക് അതീതമാണെങ്കിലും ഭഗവാന്റെ മായാശക്തിയിലാണ് ഈ ത്രിഗുണങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ ഗുണാതീതനായ ഭഗവാനെ ഏത് ഗുണത്തിലൂടെ വേണേലും ആരാധിച്ച് നമുക്ക് ഹൃദയസ്ഥനാക്കാം, സ്വന്തമാക്കാം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മശക്തിയാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടിയാകണം നമ്മുടെ പ്രയത്നങ്ങളെല്ലാം. അങ്ങനെ അല്ലാതെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി അല്ല ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ വരുന്ന ആവശ്യങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഈശ്വരാരാധന നടത്തി അതിനുശേഷം അടുത്ത ഒരു പ്രശ്നം വരുമ്പോൾ വീണ്ടും ആരാധന നടത്തി, അതാകരുത് ഭക്തി. ഭക്തി എന്ന് വെച്ചാൽ നമ്മളെ തിരിച്ചറിയുന്ന, നാം ആരാണെന്ന് തിരിച്ചറിയുന്ന, നമ്മിലിരിക്കുന്ന ശക്തിവിശേഷത്തെ തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ്. ആത്മബോധമാണ്, ആത്മജ്ഞാനമാണ് ശരിക്കുമുള്ള ഭക്തി എന്ന് പറയുന്നത്. അത് നമുക്ക് കൃഷ്ണന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ശിവന്റെ രൂപത്തിൽ ദേവിയുടെ വിവിധ ഭാവങ്ങളിൽ ഒക്കെ ആരാധിക്കാം. പക്ഷേ എങ്ങനെ ആരാധിച്ചാലും ഒന്നിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ ശിവനെ ആരാധിക്കുന്നത് കൊണ്ട് കൃഷ്ണനെ ആരാധിക്കാൻ എനിക്ക് കഴിയുന്നില്ല, വേണ്ട, ആരാധിക്കണ്ട. ആ ശിവൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമ ചൈതന്യമായ ശിവൻ. ആ ശിവനും ശക്തിയും കൂടെ ചെയ്യുമ്പോഴാണ് ശരീരത്തിനുള്ളിൽ ആത്മാവ് കുടികൊള്ളുന്നത്. അതാണ് ശിവശക്തി ബന്ധം.
അത് നമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത്, അല്ലാതെ കൈലാസത്തിലിരിക്കുന്ന ശിവനും ശക്തിയുമല്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. ശക്തിയാകുന്ന ശരീരവും ശിവനാകുന്ന ആത്മാവും അത് രണ്ടുകൂടെ ചേരുമ്പോൾ ശിവശക്തി സ്വരൂപമായിട്ടുള്ള നാം ഓരോരുത്തരും വർദ്ധിക്കുന്നു. അങ്ങനെ അതാണ് ലളിതാ സഹസ്രനാമത്തിൽ ശിവശക്തി സ്വരൂപത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന മന്ത്രങ്ങളില്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ശക്തിയെയും ശിവനെയും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ, അതിൻ്റെയൊക്കെ ഭാവങ്ങൾ ഉജ്ജ്വലിപ്പിക്കുവാൻ വേണ്ടിയാണ് നാം ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത്. എല്ലാ മന്ത്രത്തിനും വളരെ പവറാണ്. ഓരോ മന്ത്രവും ജപിക്കുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ പവർഫുൾ ആകും. സ്ഥിരം ഗായത്രി മന്ത്രം ജപിക്കുന്നവർ അപാരമായ മെമ്മറി ഉള്ളവരായി മാറും, ഓർമ്മശക്തിക്ക് ഉടമകളായി മാറും. ഓരോ മന്ത്രത്തിനും അതാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഓരോ മന്ത്രത്തിനും പ്രത്യേകം പരിഗണന കൊടുത്തിട്ട് അതിൻ്റേതായിട്ടുള്ള എനർജി ലെവൽ സൃഷ്ടിച്ചുകൊണ്ടാണ് മന്ത്രങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് അത് പ്രാപ്യമല്ലെന്നും അവർ ഉച്ചരിക്കുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള മാത്രകൾ കടന്നുകൂടിയാൽ ആ മന്ത്രത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രയോജനം ലഭിക്കാതെ വരും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മന്ത്രം അറിയാവുന്നതിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ഉപയോഗിക്കാവുള്ളൂ, എങ്കിലേ അതിൻ്റെ പ്രയോജനം കിട്ടൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഓരോ ദിവസവും വളരെ സമ്പന്നമാകുവാൻ ഭഗവാനുമായിട്ട് ഒത്തിരിക്കുക. എല്ലാ ദിവസവും ഭഗവാന്റെ നാമങ്ങൾ, മന്ത്രങ്ങൾ എല്ലാം ജപിക്കുക. ഭഗവാനിൽ നിന്ന് അകന്നു പോകാതെ എപ്പോഴും ചേർന്നിരിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത